കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതുതായിട്ടൊരു വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുമുണ്ട്, സാറേ നമ്മളൊരു വീട് വെക്കുമ്പോൾ അതെങ്ങനെ വാസ്തു പ്രകാരം വെക്കണോ, ഫെങ്ഷുയി പ്രകാരം വെക്കണോ, അതല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് ഇതിനകത്ത് പാലിക്കേണ്ടത്, നമുക്കിതിൽ ഏതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മെയിനായിട്ട് വാസ്തുവിലും ഫെങ്ഷുയിലും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. വാസ്തുപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൂമി ഒരു ഉത്തമമായിട്ടുള്ള ഭൂമി ആകണമെങ്കിൽ ഒന്നുകിൽ അത് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമി ആയിരിക്കണമെന്നാണ്. അതായത് അതിലൊരു നീരൊഴുക്ക്, ഒരു വെള്ളം വീണ് ഒഴുകിയാൽ അത് കിഴക്കോട്ടോ വടക്കോട്ടോ ഭാഗത്ത് പോയിട്ട് ഒഴുകണം. എന്നിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലയും പടിഞ്ഞാറും ഉയർന്നു നിൽക്കണം. അപ്പൊ തെക്ക് സൈഡും ഒരല്പം ഉയർന്നു നിൽക്കണം. എന്നിട്ട് കിഴക്കും വടക്കും ചരിഞ്ഞ് ഏറ്റവും താഴ്ന്ന ഭാഗം വടക്ക് കിഴക്കായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു ഭൂമിയിൽ വെള്ളം വീഴുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് ചെന്ന് നിൽക്കണം. അങ്ങനെ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുമെന്നാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത്. അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഭൂമിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതേസമയം ഫെങ്ഷുയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പുറകു ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കണം, ഫ്രണ്ട് ഭാഗം താഴ്ന്നു നിൽക്കണമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. ബാക്ക് ഭാഗം ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൗണ്ടന്റെ സപ്പോർട്ടിങ് ഉണ്ടെന്നും ഫ്രണ്ട് ഭാഗം താഴ്ന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വാട്ടർ എനർജിയുടെ ഫീലിംഗ് ഉണ്ടെന്നും ആണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അടുത്തെങ്ങും മറ്റേ ഷാർപ്പായിട്ടുള്ള എഡ്ജ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വെക്കാൻ പോകുന്ന വീട്ടിലേക്ക് വരുന്ന രീതിയിലുള്ളതൊന്നും നല്ലതല്ല. ഇപ്പൊ ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് പാടില്ല. ഈ വീടിനടുത്ത് ശ്മശാനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പൊ അവിടെ നിന്നൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടതെന്ന് പറയും, പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വസ്തുവിലേക്ക് വരുന്നത് ഒരു ടീ റോഡ് വന്ന് നമ്മുടെ വസ്തുവിൽ കയറുന്ന രീതിയിലുള്ള വസ്തു ഒരിക്കലും വാങ്ങിക്കാനോ വീട് വെക്കാനോ പാടില്ല. അതായത് ഇപ്പം നമ്മുടെ നമ്മളുടെ വസ്തുവിലേക്ക് നമ്മളുടെ വസ്തുവിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. അപ്പൊ ആ റോഡ് നമ്മുടെ വസ്തുവിൽ, അപ്പൊ അവര് നേരെ വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുവിൽ വന്ന് മുട്ടും. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് ടീ റോഡ് എന്ന് പറയും. അപ്പൊ ആ ടീ റോഡിൽ നമുക്ക് ഒരിക്കലും വസ്തു വാങ്ങിക്കാനോ വീട് വെക്കാനോ പാടില്ല. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് സ്ഥലം ഇടുമ്പോൾ ഒരു വാസ്തുമണ്ഡലം തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഒരു കുറ്റി അടിക്കുമ്പോൾ വീടിന് ഇപ്പൊ ചെറിയൊരു പ്ലോട്ടിലാണ് നമ്മൾ വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വീടിന് ഏറ്റവും കുറച്ച്, ഇപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് മുറ്റം വരേണ്ടത് തെക്ക് വശത്തായിരിക്കണം. വടക്ക് വശത്തുള്ളതിനേക്കാൾ ഒരിക്കലും തെക്ക് വശത്ത് മുറ്റം കൂടുതൽ വരുന്നത് നല്ലതല്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് വശത്തേക്കാൾ കുറച്ചും കൂടെ മുറ്റം പടിഞ്ഞാറ് വശത്ത് വരാം. പടിഞ്ഞാറ് വശം എപ്പോഴും ഉയർന്നു നിൽക്കണം. 3, തെക്കിനേക്കാൾ പടിഞ്ഞാറിനേക്കാൾ കൂടുതൽ വടക്ക് വശത്ത് മുറ്റമാകാം. അത് വടക്ക് ഭാഗം താഴ്ന്നു നിൽക്കണം. ഈ 3 സ്ഥലത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്ക് ദർശനമുള്ള വീടിനാകാം. അത് ആ ഭാഗവും താഴ്ന്നു നിൽക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ചിലപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയെന്നിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആ വീടിന്റെ വാസ്തുമണ്ഡലം തിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ചെയ്യുക. പിന്നെ വീടിന്റെ വാതിലുകൾ പണിയുന്നത് ആദ്യത്തെ ഒരു വീടിനെ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഭാഗം വിട്ടിട്ട് 4, 5, 6 പദങ്ങളിലായിട്ട് വീട് വയ്ക്കുക. വീടിന്റെ പ്രധാന വാതിൽ വരുന്നത് നല്ലതാണ്. പിന്നെ ഒരിക്കലും തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വാതിൽ വരുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഒട്ടും വാതിൽ വന്നുകൂടാ. പ്രധാന വാതിൽ തരുവാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറ് വാതിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല. ഫെങ്ഷുയി പ്രകാരം തെക്ക് കിഴക്കാണ് സമ്പത്തിന്റെ ദിക്ക്. അതുകൊണ്ടാണ് തെക്ക് കിഴക്ക് വാതിൽ വന്നാൽ പൈസ ചെലവ് കൂടും എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കിണറാണ്. കിണറിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം മീനം രാശിയാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗമാണ്. നോർത്തും കൊള്ളാം, വടക്കും കൊള്ളാം, ഈസ്റ്റ് കിഴക്കും കൊള്ളാം. അപ്പം വടക്ക് കൊള്ളാം, വടക്ക് കിഴക്ക് വളരെ ഉത്തമം, കിഴക്കും കൊള്ളാം. അപ്പൊ ഈ ഒരു 3 സ്ഥലത്ത് കിണർ വരുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ കിണർ വരുന്നത് ഉത്തമമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം ഏറ്റവും നല്ലത് കന്നിമൂലയിലുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം ചെയ്യുന്നതാണ്. പലരും അവിടെ പൂജാമുറിയൊക്കെ വിൽക്കുന്നുണ്ട്. അവിടെ കന്നിമൂലയിലെ ബെഡ്റൂം അത് കപ്പിൾസിന് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അതല്ല, കന്നിമൂലയിൽ ഏറ്റവും നല്ലത് ബെഡ്റൂം തന്നെയാണ്. പിന്നെ നമ്മൾ ആ ബെഡ്റൂം ആണോ മറ്റൊരു ബെഡ്റൂം ആണോ എടുക്കേണ്ടതെന്നുള്ളത്
ഫംഗ്ഷണൽ പ്രകാരം പറയുമ്പോൾ ആ റൂമിന്റെ അകത്ത് വരുന്ന ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെഡ്റൂം സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കും. 3ലെയും ബെഡ്റൂമുകളിൽ വരുന്ന മൗണ്ട് സ്റ്റാറുകൾ ഏതാണെന്ന് നോക്കും. എന്നിട്ട് നല്ല മൗണ്ട് സ്റ്റാറിലെ ബെഡ്റൂമാണ് എടുക്കുന്നത്. വാസ്തുവിൽ അങ്ങനെയല്ല, തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള ബെഡ്റൂമാണ് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വാസ്തുവിൽ അടുക്കളയ്ക്കുള്ള സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് 1ാമത്തെ സ്ഥാനം, അഗ്നികോണ്, പിന്നെ വടക്ക് കിഴക്ക് 2ാം സ്ഥാനം, ഈശാന കോണ്, വടക്ക് പടിഞ്ഞാറ് 3ാം സ്ഥാനം, വായുകോണ്. ഇങ്ങനെ ഒരു 3 സ്ഥലങ്ങൾ നമ്മൾ അടുക്കളയ്ക്ക് സ്ഥലങ്ങളായിട്ട് വാസ്തുവിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫുങ്ഷോയിൽ നമ്മൾ കൂടുതലായിട്ട് അടുക്കളയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് പറയുന്നത് അവിടെ ഒരു വുഡ് എലമെന്റ് ആണ്. അപ്പോൾ ആ വുഡ് എലമെന്റ് നമുക്കത് കൂടുതൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അവിടെ അടുക്കള വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് യാതൊരു കാരണവശാലും ഇപ്പോൾ ഒരുപക്ഷെ തെക്ക് കിഴക്ക് അടുക്കള കൊടുത്തിരുന്നാൽ പോലും ഒരിക്കലും വടക്ക് പടിഞ്ഞാറ് ഫുങ്ഷയിൽ അടുക്കള കൊടുക്കാറില്ല. വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥന്റെ ഏരിയയാണ്. അവിടെ അടുക്കള വരുന്നത് ഗൃഹനാഥനെ ക്ഷയിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇതിനെപ്പറ്റി പിന്നെ ഫുങ്ഷു പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് നല്ല വാട്ടർ സ്റ്റാർ വരുന്ന സ്ഥലത്ത് പ്രധാന വാതിൽ സ്ഥാപിക്കുക. നല്ല മൗണ്ട് സ്റ്റാർ വരുന്നിടത്ത് പ്രധാന ബെഡ്റൂം സ്ഥാപിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് 2020 മാർച്ച് മാസം 29-ാം തീയതി ഞായറാഴ്ച കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഫെങ്ഷുയുടെ ഒരു ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്. ഒരു 1 ഡേ ക്ലാസ് ആണ്. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ക്ലാസ്. താല്പര്യമുള്ളവർക്ക് നേരത്തെ കൂട്ടി നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഫെങ്ഷുയില് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാവുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വെക്കുന്ന ഒരു കിറ്റാണിത്. ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധയുണ്ട്, 3 ലെഗ്ഡ് ഫ്രോഗ് ഉണ്ട്, 6 റോഡ് വിൻചെയിം ഉണ്ട്, ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയിസ്, ടൈഗർ, അത് കഴിഞ്ഞിട്ട് പക്കോമർ. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ്. ഇതൊരു വീട്ടിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 10-21 ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന, ജീവിതത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും. അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 21 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വെക്കാവുന്ന കാര്യങ്ങളാണ്. വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും.